നമസ്കാരം. നമ്മൾ കേട്ടിട്ടില്ലേ, ഒത്തിരി ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ എന്ത് തൊട്ടാലും അതൊക്കെ പരാജയമായിരിക്കും. എവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് പരാജയം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഏത് മേഖലയിൽ പോയാലും പരാജയമായിരിക്കും. ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ബോസുമായിട്ട് വഴക്കുണ്ടാക്കി അവിടെ ഒരു പരാജയം, ബിസിനസ് ചെയ്ത് അവിടെ പരാജയം, പഠിക്കാൻ പോയിട്ടുണ്ട് അവിടെ പരാജയം. ഇങ്ങനെ പരാജയം നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ടല്ലേ. പക്ഷേ ഇത് നമ്മുടെ മനോഭാവം ഒന്ന് മാറ്റിയാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് ഓരോ ആദ്യമേ തൊട്ടാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ആദ്യം ഒളിച്ചോടിപ്പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. ആ പ്രതിസന്ധിയെ നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചിട്ട് അതിനെ നേരിടാൻ ഏതെല്ലാം മാർഗത്തിൽക്കൂടെ നമുക്കതിനെ നേരിടാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ആ വഴിക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരാജയത്തിൽ നിന്ന് കരകയറാൻ പറ്റും. പിന്നെ മറ്റുള്ളവരാണ് എൻ്റെ പരാജയത്തിന് കാരണം എന്ന് പറയാണ്ടിരിക്കുക. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, അവൻ കാരണം ഞാൻ ഈ പരാജയത്തിൽ പെട്ടുപോയത്, അല്ലെ അവള് കാരണമാണ്. അമ്മേനെ കുറ്റം പറയും, അച്ഛനെ കുറ്റം പറയും, ഭാര്യേനെ പറയും, കൂട്ടുകാരെ പറയും, അല്ലെങ്കിൽ ഓഫീസിലെ സ്റ്റാഫുകളെ പറയും, അങ്ങനെ അല്ലെ ബോസിനെ പറയും. ഇങ്ങനെ കുറേ പരാതി പറയുന്നവരുണ്ട്. പിന്നെ പറയും കാലാവസ്ഥ അതായിരുന്നു, വെള്ളപ്പൊക്കമായിരുന്നു, അല്ലെങ്കിൽ കറണ്ട് പോയി, കാറ്റ് വീശി, ഇടിവെട്ടി എന്ന് വേണ്ട എല്ലാത്തിനും കാരണക്കാരെ കണ്ടുപിടിച്ചവരിരിക്കും. ഒരു ഓഫീസിൽ താമസിച്ചല്ലേനും അവർ പറയും ബസ് താമസിച്ചുകൊണ്ടാന്ന് പറയും, അല്ലേ. പിള്ളേരാണേലും പറയില്ല ബസ് കിട്ടിയില്ല എന്ന് പറയും. ഇങ്ങനെ ഓരോന്നിലേക്കും മറ്റുള്ളവർ കാരണമാണ് എൻ്റെ പരാജയത്തിന് കാരണം എന്ന് കണ്ടുപിടിച്ച് ഇരിക്കാതെ അത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് ഏറ്റെടുക്കുക. അപ്പം നമുക്ക് അതിൽ നിന്ന് പരാജയത്തിന് നമ്മുടെ ഉത്തരവാദിത്തമാണ്, എൻ്റെ പരാജയത്തിന് കാരണം ഞാൻ തന്നെയാണ് എന്നങ്ങ് അംഗീകരിച്ചാൽ മാത്രം മതി. അതിൽ നിന്ന് എന്നിട്ട് അവിടുന്ന് തുടങ്ങുക. അല്ലാണ്ട് മറ്റുള്ളവരെ പഴിചാരിയിട്ട് നമ്മൾ രക്ഷപ്പെടില്ല. പിന്നെ എന്തിനാ പഴിചാരുന്നത്? നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യമാണ് ലക്ഷ്യം. ഏതെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പോവുക. അതായത് ഇത് ഞാൻ പറയുമ്പോൾ എളുപ്പമുണ്ട്, പക്ഷേ ഈ പലരും ഗോൾ സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നറിയാം. എനിക്ക് നല്ലൊരു വീട് വേണം, നല്ല കാറ് വേണം, അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, IAS കാരനാകണം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ ഗോളൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. ഒരു അനക്കം പോലും ചെയ്യില്ല, ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല. നമ്മൾ ആ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എന്നാന്ന് പറയുന്നത്, ഒരു ശക്കലം പോലും ശ്രമിക്കാതെയാണ് നമ്മൾ കിടന്ന് പറയണത് എനിക്കാകാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതെന്ത് കഷ്ടപ്പാടാണേലും നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നേടിയെടുക്കാൻ. ഇപ്പം ബിസിനസ്സിലാണെങ്കിൽ ആ വിജയം നേടണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും. ആദ്യമേ കൊണ്ട് വലിയ മുതൽ മുടക്കമൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ ഒരു മനസ്സ് വയ്ക്കുക. എന്ത് ചെയ്യുമ്പോഴും അറിയാവുന്നവരോട് ചോദിക്കുക. ഇത് തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയായിരിക്കും? അതിന് എക്സ്പേർട്ടുകളായ ആൾക്കാരൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ച് അതിൻ്റെ അഭിപ്രായം നമ്മൾ മേടിച്ചെടുക്കുക. എന്നിട്ട് ആ രീതിയിൽ തുടങ്ങുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോട് ചോദിക്കുക. അല്ലെങ്കിൽ കുറച്ച് പേരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം മറ്റുള്ളവരോട് നമ്മുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെയുണ്ട്, നമ്മൾ ഈ ഒരു തൊഴിലും ഇല്ലാത്തവരുടെ ഇടയ്ക്ക് കൂട്ടുകൂടി പോകാണ്ടിരിക്കുക. അതായത് അവർക്ക് ഒരു പണിയും കാണില്ല. അവർക്ക് ഈ രാവിലെ തൊട്ട് ഏതെങ്കിലും കവലയിലോ അല്ലെങ്കിൽ കടയിലോ പോയിരുന്ന് വാചകം അടിച്ചിരിക്കൽ മാത്രമേ കാണുള്ളൂ. ഒന്നും ചെയ്യില്ല, കുടുംബത്തിന് വേണ്ടിയും ചെയ്യില്ല, നാടിന് വേണ്ടിയും ചെയ്യില്ല, വീടിന് വേണ്ടി ചെയ്യില്ല. ചുമ്മാ ഈ വാചകടി ഇരിപ്പും ചുമ്മാ ചുറ്റിക്കറങ്ങലും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കുക. അവർ നമുക്ക് നല്ലതൊന്നും പറഞ്ഞു തരില്ല. അവരവരുടെ പരാജയങ്ങൾ മാത്രമായിരിക്കും നമ്മളോട് പറഞ്ഞു തന്നെ. ഈ പരാജയങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യണേ. അങ്ങനെ പരമാവധി നമ്മൾ ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മൾ ആദ്യമേ ഉപേക്ഷിച്ചേക്കുക. പതുക്കെ നമ്മൾ അതിൽ നിന്ന് വലിഞ്ഞു പോന്നേക്കുക. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിനകത്ത് പെട്ടുപോകും. ഇവരുടെ ഈ ഇല്ലാക്കഥകൾ കേട്ട് എന്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളവരോട് ചോദിച്ചു നോക്കിയേ, അവർ പരാജയത്തിൻ്റെ കാരണമേ പറയുള്ളൂ. അതിലെ പോയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഞാനത് എൻ്റെ കൂട്ടുകാരനെ എഴുതിട്ടോ അല്ലെങ്കിൽ ഞാനിത് ചെയ്തു നോക്കിയിട്ട് അങ്ങനെ ഇത് പരാജയം സംഭവിക്കുകയുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയുള്ള പരമാവധി ഒഴിവാക്കുക. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ സോഷ്യൽ മീഡിയ പോലുള്ള സാധനങ്ങളിൽ അധികം കയറി, അതായത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ മണിക്കൂറുകൾ സമയം കളയുന്ന സമയത്ത് നമ്മളെ വിലയേറിയ സമയം നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കണ്ട് ഏതെങ്കിലും ഒരു സമയം അതിന് മാറ്റി വയ്ക്കുക. ഒന്നെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു സമയം കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ബാക്കി സമയം മുഴുവൻ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക.
പിന്നെ ഈ കൂട്ടുകാരും ഒത്തുള്ള ചുറ്റിക്കറങ്ങാൻ പോകുന്നത്, അത് നമ്മുടെ കയ്യിലെ പണവും പോകും. അവസാനം നമ്മൾ ഏതെങ്കിലും അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുകയും ചെയ്യും. ചിലരൊക്കെ ഉണ്ട്, ഏതെങ്കിലും സ്ഥാപനം നടത്തുന്നവരൊക്കെ കടയൊക്കെ തുറന്ന് കൊടുത്തിട്ട് ആദ്യം സാധനം മേടിക്കാൻ വന്നെ കടയിൽ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിടും. പിന്നെ അടുത്തയാൾ വരുമ്പോൾ അടുത്തയാളെ ഏൽപ്പിച്ചിട്ട് പോകും. അങ്ങനെ എത്രയോ പേരുണ്ടെന്നറിയാവോ? ഒരു കണക്കുമില്ല, എന്നാ ചെയ്യണേന്നും അറിയാൻ മേലാണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒത്തിരി പേരുണ്ട്. അത് പരാജയത്തിലേക്ക് പോകുള്ളൂ എന്ന് ഉറപ്പായ കാര്യമല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. നമ്മളെല്ലാ കാര്യം കൃത്യമായിട്ട് നമ്മുടെ വരവ് ചെലവുകളെല്ലാം കൃത്യമായിട്ട് എഴുതി കണക്കാക്കി, അങ്ങനെയാണ് നമ്മൾ ബിസിനസ് എന്താണേലും ഒരു വീട്ടിലെ കണക്കാണെങ്കിൽ പോലും നമ്മൾ എഴുതി ചെയ്ത് നോക്കിക്കേ, അതിലെ മാറ്റം നമുക്ക് കണ്ടാൽ അറിയാം. പെട്ടെന്ന് തന്നെ നമുക്ക് ആ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അല്ലാണ്ട് മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഒരു കാര്യമില്ല. പിന്നെ എന്തെങ്കിലും തുടങ്ങുമ്പോഴും അത് തുടങ്ങിക്കഴിഞ്ഞാണേലും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അതിന് പുതിയ അറിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുക. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അത് ഉന്നതിയിലെത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാതെ അതിനെക്കുറിച്ച് വേറെ ഒരു സ്റ്റഡി നടത്താതെ ആ ഇരുന്നിടത്ത് തന്നെ ഇരുന്നാൽ തന്നെ അതൊരു വിജയിക്കില്ല. അങ്ങനെയുള്ള ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളും വിജയിക്കില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അത് ഏത് രീതിയിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മൾ അന്വേഷിക്കണം. അപ്പോഴാണ് നമുക്കൊരു വിജയം ഉണ്ടാകുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊന്നും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അനാവശ്യമായ കൂട്ടുകെട്ട്, ഇങ്ങനെയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. അത് നമ്മുടെ പണവും മാനഹാനിയും ഒക്കെ ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ളതിനൊന്നും പരമാവധി പെടാതെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ. അല്ലാണ്ട് നമ്മളിനി മറ്റുള്ളവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അതാണ് എൻ്റെ പരാജയത്തിന് കാരണം എന്നും പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലർ ഏതെങ്കിലും ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടിയിലോ എവിടെയെങ്കിലും കൊണ്ടൊക്കെ പൈസയൊക്കെ ഇട്ടിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ കരഞ്ഞു വിളിച്ച് കിടന്ന് പറയണ കേൾക്കാം. അത് വരും എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് അതുപോലെ സേഫായ സ്ഥലത്ത് നിക്ഷേപിക്കാനൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്തു നോക്കിയാൽ നമ്മുടെ ജീവിതം മാറി മറിയും. അല്ലാണ്ട് നമ്മളെ സ്ഥിരം പരാജയം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണതാണ്. അതിന് വേറെ ആരും ഉത്തരവാദിയല്ല. പരാജയത്തെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. എന്തു തുടങ്ങിയാലും അതിനകത്തൊരു പരാജയമുണ്ട്. അതെങ്ങനെയാണ് വിജയിക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഓരോ പരിപാടിയും ചെയ്യാവുള്ളൂ. അല്ലാണ്ട് അയ്യോ ഇത് തുടങ്ങിയ പരാജയമാണോ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങാതെ ഇരിക്കരുത്. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പരാജയമുണ്ട്, പക്ഷെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി അതിനെ നേരിട്ട് കൊണ്ടുപോയിക്ക് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നേ. നമ്മളല്ലാണ്ട് എല്ലാ കാര്യവും എനിക്ക് ആരുമില്ലേ, എന്നെ സഹായിക്കാൻ ആരുമില്ല ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെയും പ്രതീക്ഷിച്ചൊന്നും നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നും ആവില്ല. ആരെയും പ്രതീക്ഷിക്കാനൊന്നും പോകണ്ട. നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങണം. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.